ഗാസയുടെ ഭരണം വിടുക, ആയുധങ്ങൾ കൈമാറുക, ഹമാസിനോട് അറബ് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെടുന്നുണ്ട്. അത് നടക്കുമോ? നടക്കില്ല, തീർച്ചയായിട്ടും നടക്കില്ല. പക്ഷേ അതാണ് അവരുടെ ഉദ്ദേശം. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞില്ലേ, അതിനെ ഒരു റിസോർട്ടായിട്ട് എല്ലാ പാലസ്തീനിയൻസിനെ അവിടുന്ന് മാറ്റിയിട്ട് ഗാസയെ ഒരു റിസോർട്ടായിട്ട് ബിൽഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ അങ്ങനെ ഒരു പ്ലാനുണ്ട്, സൺ ഇൻ ലോയ്ക്ക് അങ്ങനെ ഒരു പ്ലാനുണ്ടെന്ന് നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത്രയും പാലസ്തീനിയൻസിനെ എങ്ങനെയാണ് പുറത്തേക്ക് അയക്കുക? അവരെ ആഫ്രിക്കയിലേക്ക് അയക്കണം എന്ന് പറയുന്നു, മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കണം എന്ന് പറയുന്നു. പക്ഷെ ആരും അതിന് തയ്യാറല്ല. തന്നെയല്ല, അവർ തന്നെ തയ്യാറല്ല പോകാൻ. അവർ മരിച്ചാലും അവിടെ തന്നെ ജീവിക്കുമെന്ന് നിശ്ചയദാർഢ്യം എടുത്തവരാണ് പാലസ്തീനിയൻസ്. അപ്പോൾ ഹമാസ് അവരുടെ ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പാണ്. പക്ഷേ എക്സ്ട്രീമിസ്റ്റ് അല്ലാത്ത പാലസ്തീനിയൻസിന് അവിടെ താമസിക്കേണ്ടതല്ലേ? അവരെവിടെ പോകും? അവർക്ക് എങ്ങും പോകാനില്ലാത്തതുകൊണ്ടാണല്ലോ ഈ പാലസ്തീൻ സ്ഥാപിക്കാമെന്ന് ഐക്യരാഷ്ട്ര സംഘടന സമ്മതിച്ചത്. അതിപ്പോൾ ചില വെസ്റ്റേൺ രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടായില്ല, അവരുടെ രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം. ഒരു ഇസ്രായേലും ഒരു പാലസ്തീനും ഒരേ അധികാരത്തോടു കൂടി നിലവിൽ വരണം എന്നുള്ളതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉദ്ദേശം. പക്ഷേ അതല്ലാതെ മറ്റൊരു സൊല്യൂഷനും അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ കഴിയുന്നത്ര പാലസ്തീൻകാരെ വധിച്ച് പാലസ്തീനെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നയം. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന്റെയും ട്രംപിന്റെയും പദ്ധതി സമീപഭാവിയിലെങ്കിലും നടക്കും? നടക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഒരു സൊല്യൂഷനേ ഉള്ളൂ, 2 സ്റ്റേറ്റും എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ട്രംപ് കഴിഞ്ഞ തവണ തന്നെ എതിരായിട്ട് പോയല്ലോ. അദ്ദേഹം ക്യാപിറ്റൽ ടെലവീവിൽ നിന്ന് ജെറുസലേമിലേക്ക് മാറ്റിയല്ലോ. അപ്പോൾ ജെറുസലേമിലേക്ക് മാറ്റിയ അതിൻ്റെ അർത്ഥം പിന്നെ പാലസ്തീൻ സ്റ്റേറ്റ് എന്നുള്ള ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ടെലവീവിൽ, നമ്മുടെ എംബസി ടെലവീവിലാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ടെലവീവ് ക്യാപിറ്റലായി ഇസ്രായേലും ജെറുസലേമും അതുപോലെ ഏതെങ്കിലും മറ്റൊരു പ്രദേശം ക്യാപിറ്റലായി പാലസ്റ്റൈനും ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ അദ്ദേഹം ജെറുസലേമിലെ ക്യാപിറ്റലിലേക്ക് മാറ്റിയപ്പോൾ തന്നെ ഈ 2 സ്റ്റേറ്റ്സ് പോളിസിയെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ക്ലിൻ്റൺ അത് സപ്പോർട്ട് ചെയ്തതായിരുന്നു. പക്ഷെ അതിപ്പോൾ അമേരിക്കയുടെ നയമല്ല. അതുപോലെ തന്നെയാണ് സർ, ഗാസയിൽ ഇപ്പം കൊടും പട്ടിണിയാണ്, മരണസംഖ്യയും കൂടുന്നത്, ഏകദേശം 60,000 പിന്നിട്ടു. ഇനി എന്തായിരിക്കും വരും ദിവസങ്ങളോട് സംഭവിക്കുന്നത്? സെപ്റ്റംബറോടുകൂടി സ്ഥിതിഗതികൾ വളരെ മോശമാവുമെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. റിലീഫ് ഗുഡ്സ് വരത്തക്കണം. ഒരുപാട് പട്ടിണി പാവങ്ങളും പട്ടിണി കൊണ്ട് മരിച്ചവരും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് റിലീഫ് ഗുഡ്സ് വരാനും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആഹാരമൊക്കെ ആളുകൾക്ക് എത്തിക്കാനും അവരെ വെടിവെക്കാതിരിക്കാനും ഒക്കെ ഇസ്രായേൽ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ മാറ്റം വരും. ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ ഹോസ്റ്റേജസിനെ തിരിച്ചു കിട്ടുന്നത് വരെ ഞങ്ങളിത് തുടരും എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലി ഹോസ്റ്റേജസ് പാലസ്തീൻകാരുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഒരു വലിയ നാണക്കേട് എന്നാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ അവിടെയാണ് പ്രശ്നം. അതാണെങ്കിൽ പാലസ്തീൻ അതിലൊട്ടും വിട്ടുവീഴ്ച നടത്തുന്നില്ല. കുറച്ചുപേരെയൊക്കെ അയച്ചെങ്കിലും അവർക്കറിയാം ഇസ്രായേലിനെ ഹർട്ട് ചെയ്യണമെങ്കിൽ ഈ ഹോസ്റ്റേജസ് നമ്മൾ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അവർക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയില്ല, അവരെവിടെയാണെന്നും അറിയില്ല. പക്ഷെ കുറച്ചുപേരെയൊക്കെ വിട്ടത് കൊണ്ട് മറ്റുള്ളവരെയും വിടുമെന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ എന്തായാലും അതിനുള്ള സാധ്യതകളൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഇത്രയൊക്കെ ഗാസയിൽ സംഭവിച്ചിട്ടും അറബ് രാജ്യങ്ങൾ പോലും വലിയ ഇടപെടലുകൾ നടത്തുന്നില്ല. എന്തുകൊണ്ടാണ്? അത് അമേരിക്കയോടും ഇസ്രായേലിനോടും അവർ ബന്ധം പുലർത്തുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈജിപ്റ്റ് ആയിരുന്നില്ല 1979 ആദ്യമായിട്ട് ഇസ്രായേലുമായിട്ടൊരു പീസ് ട്രീറ്റി ഉണ്ടാക്കിയത്. ഇപ്പോൾ സൗദി അറേബ്യ അല്ലാതെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഓൾ അറബ് കിങ്ഡംസ് ഹാവ് സൈൻഡ് ദാറ്റ് അബ്രഹാം അക്കോർഡ്സ്. അപ്പോൾ അത് സൗദി അറേബ്യയും കൂടെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാലസ്റ്റൈൻ എന്നുള്ളൊരു ഐഡിയ ഇല്ല വരുന്ന ഭയന്നിട്ടാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത്. അതവർ വിജയിക്കുകയും ചെയ്തു. കാരണം ഇപ്പോൾ പാലസ്റ്റൈൻ്റെ കാര്യത്തിൽ ഇപ്പോഴും എല്ലാം തുറന്നു കിടക്കുകയാണ്. സൗദി അറേബ്യ അക്കോർഡ് സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട് പാലസ്റ്റീൻ സ്റ്റേറ്റ് ഉണ്ടാകുമെന്ന്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇസ്രായേൽ ഇത്ര ശക്തമായി ഇതിനെ എതിർക്കുന്നത് കൊണ്ടും യുദ്ധം തുടരുന്നത് കൊണ്ടും ഇപ്പോഴുള്ളത് ചെറിയ സീസ് ഫയർ ആണെന്നുള്ളത് കൊണ്ടും നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഈ പ്രശ്നം ഉടനെ പരിഹരിക്കുമെന്ന്. അറബ് രാജ്യങ്ങൾ അവരോട് സിമ്പത്തറ്റിക്കാണ്, പാലസ്റ്റൈൻ വേണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അമേരിക്കയെ എതിർക്കാനോ ഇസ്രായേലിനെ എതിർക്കാനോ അവരാരും തയ്യാറല്ലതാണ്. നിലവിലെ സാഹചര്യം ഒരു താൽക്കാലിക വെടിനിർത്തൽ എന്നുള്ള ഒരു രൂപം
വരാൻ സാധ്യതയുണ്ടോ സാർ? ഉണ്ട്, അതാണിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു താൽക്കാലിക വെടിനിർത്തൽ പോലെയാണ്. ചില അവേഴ്സിലൊന്നും അവർ ഷൂട്ട് ചെയ്യുന്നില്ല. ഈജിപ്തിൽ നിന്നൊക്കെ വരുന്ന ഗുഡ്സൊക്കെ അവർ അനുവദിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പണ്ട് കാലത്തെ പോലെ അവർ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക, അപ്പോൾ അവരെ ഷൂട്ട് ചെയ്യുക, അങ്ങനെയുള്ള അനുഭവങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു ജിനോസൈഡ്, ഒരു വർഗത്തെ തന്നെ നശിപ്പിക്കുന്ന മട്ടിലുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. അതുപോലെ തന്നെയാണ് റഷ്യ യുക്രൈൻ യുദ്ധം, അതും സമീപഭാവിയിൽ അവസാനിക്കാനുള്ള സാധ്യത. പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിച്ചിരുന്നത് 24 മണിക്കൂറിനകം തീർക്കണമെന്നായിരുന്നല്ലോ. അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചു. ആദ്യം റഷ്യയോട് ചേർന്ന് നിന്നു, യൂറോപ്യൻസിനെതിരായിട്ട് സംസാരിച്ചു, യൂറോപ്യൻസ് പിണങ്ങിപ്പോയി, അതൊക്കെ നടന്നു. പക്ഷേ ഇപ്പോൾ തിരിച്ചു വീണ്ടും ഇവർ പ്രസിഡന്റ് പുടിൻ അതൊന്നും സമ്മതിക്കാത്തത് കൊണ്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നേറ്റോയിൽ തന്നെ, നേറ്റോയ്ക്ക് ആയുധങ്ങൾ കൊടുക്കും, അങ്ങനെ യുദ്ധം ഇൻക്രീസ് ചെയ്യും, പുടിൻ എന്തായാലും സമാധാനം സീസ് ഫയറെങ്കിലും പറയണം. അതിനിപ്പോൾ 12 ദിവസം അദ്ദേഹം കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഒരു പ്രത്യേകത, ഈ അൾട്ടിമേറ്റത്തിലൊക്കെ പറയുന്നത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതല്ല അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ടാരിഫ് കൊണ്ടുവരും എന്നാണ്. അപ്പോൾ അത് യുദ്ധം ചെയ്യുന്നതിനേക്കാളും നല്ലതാണല്ലോ. ആക്ച്വൽ വാറിനേക്കാളും ടാരിഫ് വാറാണ് ബെറ്റർ എന്ന് വേണമെങ്കിൽ നമ്മളൊരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്റ്റ് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ടാരിഫ് ശരിക്കും ഇൻ്റർനാഷണൽ ട്രേഡിനെയും ഇൻ്റർനാഷണൽ ഇക്കോണമിയും തകർക്കും എന്നുള്ള യാതൊരു സംശയമില്ല.